Are you getting the point? നമ്മുടെ സ്നേഹത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. ദൈവസ്നേഹം നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പം ആ ഓവർഫ്ലോയിൽ നിന്ന് നമ്മളിൽ നിന്നൊരു ഫലം വെളിപ്പെടും. അപ്പോഴും നമ്മളും ശത്രുവിനെ സ്നേഹിക്കാൻ തുടങ്ങും. പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം നമ്മളിൽ വ്യാപരിക്കാൻ തുടങ്ങും. അത് നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മളത് ആഗ്രഹിക്കണം. കർത്താവേ, എനിക്ക് എൻ്റെ ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ആർക്ക് പറ്റും? ഇവിടെ പ്രസംഗിക്കാൻ എളുപ്പമാണ്. ആർക്ക് പറ്റും? എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ മക്കളാകുന്ന ഓരോ വ്യക്തികളും യേശു എങ്ങനെ ആയിരുന്നു അതുപോലെ ഈ ലോകത്തിൽ ജീവിക്കുന്ന, യേശു ശത്രുക്കളെ സ്നേഹിച്ചു, അതുപോലെ ജീവിക്കാനാണ് ദൈവം മക്കളെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നത്. അങ്ങനാണ് അനേകർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. ഒഴികരമായ പോയിന്റ്. പ്രീച്ചിങ് കൊണ്ടല്ല, നമ്മുടെ പ്രസംഗം കൊണ്ടല്ല. പ്രസംഗം കൊണ്ട് എല്ലാവരും ദൈവസന്നിധി വരാനായിരുന്നു. ലോകത്തിൽ ഓൾറെഡി എല്ലാവരും ദൈവസന്നിധി വന്നേനെ. നമ്മുടെ ഈ പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്താൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളിൽ കൂടെ ഒരു സ്നേഹം, ദൈവസ്നേഹം വെളിപ്പെടാൻ തുടങ്ങും. ആ വെളിപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് അനേകർ ക്രിസ്തുവിനെ കാണാൻ തുടങ്ങും. ഒഴികരമായ പോയിന്റ്. ഇതാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. വിറ്റ്നസിങ് ക്രൈസ്റ്റ്. ഇതാണ് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നീ തീരുക എന്ന് പറയുന്നത്. ഒരു ട്രാക്സും എടുത്തുകൊണ്ട് ഞങ്ങളുടെ ചർച്ചിൽ പോരാൻ പറയുന്നതല്ല. നിന്റെ പരിജ്ഞാനത്തിൽ കവിയുന്ന ദൈവസ്നേഹം നിന്നിൽ നിന്ന് ഒഴുകുമ്പോഴത്തേക്ക് നീ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നീ നിറയും. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നീ നിറയാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് അനേകർ നിന്നിൽ കൂടെ ക്രിസ്തുവിനെ കാണാൻ തുടങ്ങും. അവിടെയാണ് നമ്മൾ കാണും, ഓ മൈ ഗാഡ്, ഇതെന്തുവാ ഇത്? ആ ഒരു ലെവലിലേക്ക് ദൈവം ഉയർത്താൻ പോവാണ്. ഐ ബിലീവ് ദാറ്റ് നമ്മളെ ദൈവം ആ ഒരു ലെവലിലേക്ക് ദൈവം കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നതിൻ്റെ റീസൺ എന്ന് ചോദിച്ചാൽ ഐ വോണ്ട് യു ടു ഗെറ്റ് ദെയർ, ഐ വോണ്ട് യു ടു ഗെറ്റ് ദെയർ, ഐ വോണ്ട് യു ടു ഗെറ്റ് ദെയർ. ഇനി അടുത്ത വാക്യം എന്ന് പറഞ്ഞാൽ just get same verse like last Ephesians. Okay, അടുത്ത വാക്യം next verse like 20. സോ അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്നേഹിക്കാൻ കഴിയുന്നില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പരിജ്ഞാനത്തെക്കാൾ കവിയുന്ന ദൈവസ്നേഹം നമ്മളിൽ ഇതിനായിട്ട് വ്യാപരിച്ചിട്ടില്ല. കർത്താവേ, അതിൻ്റെ ആഴവും ദൈവസ്നേഹത്തിൻ്റെ ആഴവും നീളവും ഉയരവും എന്നെ പഠിപ്പിക്കണം, എന്നെ ഒന്ന് കാണിച്ചു തരണം. എവിടെ പോയാൽ, ഏതൊരു കൂട്ടായ്മയോടുകൂടെ പോയാൽ ഇതെനിക്ക് വിശുദ്ധന്മാർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മനസ്സിൻ്റെ വ്യാപ്തി വലുതാകാൻ തുടങ്ങും. ദൈവസ്നേഹത്തെ നമുക്കകത്ത് ഉൾക്കൊള്ളാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കാണ് നമ്മളിൽ നിന്ന് ഇത് നമ്മുടെ പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം നമ്മളിൽ കൂടെ വ്യാപരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ തുടങ്ങും, നമ്മളിൽ കൂടെ ക്രിസ്തു വെളിപ്പെടാൻ തുടങ്ങും. ഓക്കെ. എന്നാൽ എന്നാലെന്ന് പറയുന്നത് പരിജ്ഞാനത്തെക്കാൾ കവിയുന്ന ദൈവസ്നേഹം വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ, അതാണ് എന്നാൽ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ഉപരിയായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പോൾ നമ്മളിൽ ശക്തി വ്യാപരിക്കുന്നതിൻ്റെ അളവ് ഇസ് പ്രൊപ്പോർഷൻ ടു വാട്ട്? നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ഉപരിയായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന. അപ്പോൾ ശക്തി നമ്മൾ വ്യാപരിക്കുന്നത് ഇതിൻ്റെ പ്രൊപ്പോർഷൻ എന്തെന്ന് ചോദിച്ചാൽ എന്തുമാത്രം ദൈവസ്നേഹം നിൻ്റെ പരിജ്ഞാനത്തെക്കാൾ കവിഞ്ഞു പോകുന്നു, അതിനനുസരിച്ച് നീ ചോദിക്കുന്നതിനേക്കാളും നീ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട് നിൻ്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങും. Are you getting my point? അപ്പോൾ നമ്മൾ നാളെ തൊട്ട് കർത്താവ് ഞാൻ എന്നെ സ്നേഹിക്കണം എന്ന് പറയണ്ട. കർത്താവിൻ്റെ സ്നേഹം, അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മുടെ സ്വയം പ്രവൃത്തി കൊണ്ട് നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റത്തില്ല. യു അണ്ടർസ്റ്റാൻഡ് ദ പോയിന്റ്? ഇത് പറ്റത്തില്ല, ഇത് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം. അതുകൊണ്ടാണ് കർത്താവ് നമുക്കകത്ത് വന്നിട്ട് കർത്താവിൽ നിന്ന് റൂട്ടഡ് വരുന്നത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിനി അങ്ങോട്ട് തന്നെ പോകാൻ പോകുന്നത്. ഇറ്റ്സ് ഓൾ കണക്റ്റഡ് വെൽ. ദൈവം അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ടല്ലേ? ഐ വാസ് നോട്ട് പ്ലാനിങ് ടു ടേക്ക് ദിസ് വേഴ്സ്, പക്ഷെ ദൈവം അത് കണക്ട് ചെയ്യുന്നുണ്ടാവും.
അപ്പോൾ പരിജ്ഞാനത്താൽ, മൈ പോയിന്റ് ഈസ് ഹിയർ ദാറ്റ് പരിജ്ഞാനത്തെക്കാൾ നമുക്ക് ഓരോരുത്തർക്കും ജ്ഞാനത്തിനനുസരിച്ചുള്ള ദൈവസ്നേഹം നമ്മൾ കാണും. എനിക്ക് ഇത്രയും മനസ്സിലായി, ദൈവം എല്ലാവരെയും ഫൊർഗീവ് ചെയ്തു. മൈ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ സിൻസ് ഗാഡ് ഫൊർഗീവ് മീ, സോ ഐ ആം ഗോയിങ് ടു ഫൊർഗീവ് പീപ്പിൾ. അതെൻ്റെ ജ്ഞാനത്തിൻ്റെ അളവിനനുസരിച്ചുള്ള ദൈവസ്നേഹമാണ്. എന്നാൽ എൻ്റെ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ഉപരിയായിട്ട് വരുന്ന ദൈവസ്നേഹം ഞാൻ എന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുന്നു, അന്നേരം ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ കൂടി വ്യാപരിക്കാൻ തുടങ്ങും. ഓക്കെ, ആ സമയത്ത് തന്നെ എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ഉപരിയായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അവൻ നമുക്കകത്ത് ഇരിപ്പുണ്ട്. പക്ഷേ അവൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്നിൽ എന്ന് പറഞ്ഞാൽ നിൻ്റെ വേര് അവൻ്റെ സ്നേഹത്തിലായിരിക്കണം, നിൻ്റെ അടിസ്ഥാനം അവൻ്റെ സ്നേഹത്തിലായിരിക്കണം. നിൻ്റെ നിൻ്റെ മനസ്സിന് അതിൻ്റെ വ്യാപ്തി, അവൻ്റെ സ്നേഹത്തിൻ്റെ അളവും നീളവും ഉയരവും നിൻ്റെ മനസ്സിനനുസരിച്ച് മാത്രമേ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. നിൻ്റെ മനസ്സ് ചെറിയതാണെങ്കിൽ, നമ്മൾ പാസ്റ്റർ ഡിമോള ഇടയ്ക്ക് പറയാം, നാരോ മൈൻഡഡ് ആണെങ്കിൽ അതിനകത്തൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. സമുദ്രത്തിനകത്ത് എത്ര മാത്രം വെള്ളമുണ്ടെന്ന് പറഞ്ഞാൽ നിൻ്റെ കയ്യിലിരിക്കുന്ന ബക്കറ്റ് കൊണ്ട് നിനക്കത് കോരാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ദൈവസ്നേഹം നിനക്ക് അകത്തോട്ട് വരണമെങ്കിൽ നിൻ്റെ മനസ്സിനെ ഇത് കർത്താവ് ഓരോ പ്രാവശ്യവും ഇതിനകത്തുള്ള മർമ്മങ്ങൾ കൂട്ടായ്മയ്ക്ക് എന്ന് നമ്മളിങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇത് ദൈവസ്നേഹം ഏറ്റെടുക്കാൻ വേണ്ടി നിൻ്റെ മനസ്സ് ഇങ്ങോട്ട് വ്യാപ്തീകരിക്കാൻ തുടങ്ങും. ഓക്കെ, ഇനി ജെനസിസ് 1:26. ഇപ്പോൾ മനുഷ്യനെ നമുക്ക് കണക്ട് ദിസ് വിത്ത്, അപ്പം ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ജീവനിൽ വാഴാനാണ്. ദൈവത്തിൻ്റെ ജീവനിൽ വാഴാണ്. Everybody listening? Okay. Let us make man in our image and in our likeness and let them have dominion over the... Okay. Only I'm going to go our image and our likeness. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ. ഗാഡ്സ് ഇൻ ഹിസ് ഇമേജ് ആൻഡ് ഇൻ ഹിസ് ലൈക്ക്നെസ്. ഒത്തിരി കാര്യം അവിടെ പറയാനുണ്ട്, ബട്ട് ഐ എം നോട്ട് ഗോയിങ് ദെയർ. അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ആദ്യത്തെ കമാൻഡ്മെൻറ്റ്, ഐ നെവർ നോട്ടീസ് ദാറ്റ്, ഐ ഓൾവേസ് യൂസ് ടു തിങ്ക് ദാറ്റ് ആദ്യത്തെ കമാൻഡ്മെൻറ്റ് നന്മയിന്മകളെക്കുറിച്ചുള്ള വിഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്നായിരുന്നു ഞാൻ വിചാരിച്ചു. പക്ഷേ ഐ നൗ ഓൺലി ദ റീസെൻ്റ് ഐ വാസ് തിങ്കിങ് ദാറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് കമാൻഡ്മെൻറ്റ്. The first commandment is here. സമുദ്രത്തിൽ ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. യു സീ ദാറ്റ്? ഇതിപ്പം നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ പറയും ഓക്കെ, ജെനസിസ് 1:26 is before the creation of man. ഇനി അടുത്ത വാക്യം എടുത്തിട്ട് after the creation of man is also the same verse. അപ്പോൾ എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവത്തിൻ്റെ സാദൃശ്യം, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനോട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വാഴുവാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ഞാൻ ഒന്ന് ചിന്തിച്ച് നോക്കിയാണ്, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. അന്ന് മനുഷ്യർ വീണിട്ടില്ല, ഇവിടെ രോഗമില്ല, ദുഃഖമില്ല, ആരും ഡീമൺ പൊസസ്ഡ് അല്ല, പിന്നെ ഏതിനെയാണ് കയറി വാഴുന്നത്? ആരും ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ആദാമെന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ ലോകത്തിൽ. പിന്നെ ദൈവമുണ്ട്, പിന്നെ ദൈവം സൃഷ്ടിച്ചതായ മത്സ്യങ്ങളും മൃഗങ്ങളും ഇഴജാതികളും മാത്രമേ ഉള്ളൂ. ഇതിനെ വാഴാൻ എന്തോ ദൈവത്തിന് ഇത്ര മനുഷ്യനെന്തോ ഇത്ര ബിഗ് ഡീൽ? ഇതിനെ ഇപ്പോഴും വാഴുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇപ്പം നമുക്ക് വാഴാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വാഴാൻ ഒത്തിരി ഉണ്ട്. രോഗങ്ങൾ, പിശാച് ബാധിച്ചവർ, പിശാചിൻ്റെ ആധിപത്യം. ഇപ്പം നമ്മളോട് വാഴാൻ പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ. പക്ഷെ അന്ന് എവിടെ വാഴേണ്ടത്? മനുഷ്യനെ സൃഷ്ടിച്ചത് വലിയൊരു പർപ്പസിന് വേണ്ടിയാണ്. ഇത് പലപ്പോഴും നമ്മൾക്ക് വരുന്നൊരു കുഴപ്പം ചോദിച്ചാൽ ദൈവത്തിൻ്റെ ക്രിയേഷനകത്തുള്ള ദൈവത്തിൻ്റെ പ്ലാനും പർപ്പസും സഭ എല്ലാം അതങ്ങ് ഇഗ്നോർ ചെയ്യുക. ആർ യു സീയിങ് മൈ പോയിന്റ്? വാഴുവാൻ ഇനി ഇവിടെ ഒരു വലിയൊരു പോയിന്റ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചത്. ഇവിടെ ശരിയായിട്ടൊന്ന് വായിച്ചു നോക്കിയേ. ശരിയായിട്ടൊന്ന് ഇതിനകത്തുള്ള ഓരോ വാക്കുകളും മനസ്സിരുത്തി കർത്താവേ പരിശുദ്ധാത്മാവെ ഇതിനകത്തുനിന്ന് ചില മർമ്മങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിപ്പെടാൻ തുടങ്ങും. ഇതിനകത്തുനിന്ന് ഒരു വലിയൊരു കാര്യം അവിടെ ഉണ്ട്. ഫസ്റ്റ് വേഴ്സ് അല്ല, 26, verse 26.
You see that here, see, and God said, ഇനി വായിക്കുന്നൊരു കാര്യം വെച്ചാൽ ഞാൻ ഈയിടെ അടുത്ത കാലങ്ങളിലാണ് ഇത് ഓരോന്ന് പഠിക്കുന്നത്. വായിക്കുന്ന നമ്മൾ നിർത്തി മനസ്സിലാക്കി വായിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് പും പും എന്ന് പറഞ്ഞ് ലൈറ്റ്നിങ് ഇത് വരുന്ന പോലെയാണ് ചില വെളിപ്പാടുകൾ പെട്ടെന്ന് വരുന്നത്. And God said, let us make man in our image and our likeness, and let them have dominion over the fish of the sea, and over the fowl of the air, and over the cattle, and over all the earth. All the earth പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ഓവർ എവറി ക്രീപ്പിംഗ് ദൻ ക്രീപ്പത്ത് അപ്പോൺ ദ എർത്ത്? ലോകത്ത് ഭൂമിയിലുള്ളത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെന്തിനാ ഓവർ എവറി ക്രീപ്പിംഗ് ദൻ ക്രീപ്പത്ത് അപ്പോൺ ദ എർത്ത് വന്നത്? You see that? Are you getting my point? എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇത് എഴുതി വെച്ചിരിക്കുന്ന ഓരോ കുത്തും കോമായും ഓരോന്നും നമ്മൾ മനസ്സിലാക്കണം. There is a purpose behind it. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരു ജസ്റ്റ് ഹിന്റ് കൊടുക്കുക. There is a creeping thing here. Did you get my point? Over all the earth. അതിനകത്ത് it includes everything. ഭൂമിയിലുള്ള എല്ലാമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് ആൻഡ് ഓവർ എവറി ക്രീപ്പിംഗ് തിങ്, അതും ഭൂമിയിലുള്ളതല്ലേ? ജസ്റ്റ് ഗിവിങ് എ ഹിന്റ്. ആദാമേ, ഇവനെയാണ് സൂക്ഷിക്കേണ്ടത്. എ ക്രീപ്പിംഗ് തിങ് ഈസ് ഗോയിങ് ടു കം ഔട്ട്. ഇഴജാതി ഒരെണ്ണം വരും. ഗിവിങ് എ ഹിന്റ് ടു ആദാം. അപ്പം നമ്മൾ നോക്കണം. അപ്പം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവത്തിൽ നിന്ന് വീണുപോയ ഒരെണ്ണം ഇവിടെ കറങ്ങി നടപ്പുണ്ട്. പോയിന്റ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ പിശാച് വീണ് കഴിഞ്ഞു. ലൂസിഫർ വീണു. ഈ ലോകത്തിലുണ്ടായിരുന്നെന്നാണ് പറയുന്നത്, ഭൂമിയിലുണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ ഭൂമിയിൽ പിശാചുണ്ട്. പിശാച് ദൈവത്തിൽ നിന്ന് വീണുപോയി. വീണവൻ്റെ മേലിൽ വാഴുവാനാണ് മനുഷ്യനെ വിട്ടത്. This is before Adam, right? Yeah, before Adam. Telling Adam. So he's Next verse. Yeah, but then when he says and all the earth and over every creeping thing that creepeth upon the earth, he's telling this to whom? The three gods together. So he was not telling. It was not the first commandment to. You said this is the. No. Go to the next verse. Okay. This okay. Okay. 28. Okay. നിങ്ങൾ ഓക്കെ ഇവിടെ ഓക്കെ ഇവിടെ നോക്കാം. ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ഡിഫറൻസ് ഇല്ല. ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ക്രീപ്പിംഗ് തിങ് എന്ന് എടുത്തു പറയുന്നില്ല. But you had to think about it. ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ബിക്കോസ് ഇത് എഴുതപ്പെട്ടത് ഏകദേശം 2000 വർഷത്തിന് ശേഷം മോശയിൽ കൂടെ ദൈവം കൊടുത്തിരിക്കുക. I want you to get this point very clear. ഈ ആദ്യത്തെ 5 ബുക്ക്, ദിസ് ഇസ് ലൈക്ക് സോ അമേസിങ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കായിരുന്നു. അതറിയാമല്ലോ, ആദ്യത്തെ 5 ബുക്ക് മോശ എഴുതിയതാ. മോശയ്ക്ക് ഇതെങ്ങനെ ഏതാണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ടൈപ്പിൻ ചെയ്ത പോലെ എഴുതി വെച്ചിരിക്കുന്നു. Yep. So man in the heart, like heart എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ man could know this. ഇത് ഉൽപ്പത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ആദാം വായിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആദാം ന്യൂ ഇറ്റ്. ഇത് നമുക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുക. Is there any questions? Like we can open that. So okay. So now ആ സെയിം ഇപ്പം ജോജി പറഞ്ഞില്ലേ 26 പറയുമ്പം God did not create Adam, there was a plan. But 28 വരുമ്പോൾ 28-നകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് that was the first commandment, വാഴുവീൻ. 28 ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരെ പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു.
വി ഗെറ്റിംഗ് ദ പോയിന്റ്. സോ നമ്മളാണ് ഇപ്പം ഐ ഡോണ്ട് ഇവൻ തിങ്ക് ലൈക്ക് ഈ പഴയ നിയമത്തിലുള്ളവർ പോലും ഇതെല്ലാം വായിച്ചിട്ടില്ല. ഇത് പുതിയ നിയമത്തിലുള്ളവർക്ക് വേണ്ടി, പുതിയ നിയമത്തിലുള്ള നമ്മളാണ് ഇത് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇതിനെ വാഴാനാണ് ഇപ്പം നമ്മൾ നോക്കുമ്പം പാമ്പിനകത്തൂടാണ് പിശാച് കയറി വന്നത്. ഇപ്പം നമ്മൾ പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നിന്നെ വാഴാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പാമ്പിനകത്തോട് വന്ന സാധനത്തെയാണ്. Do you get the point? Yeah, 28th. Okay. You get the point? പുതിയ നിയമത്തിൽ in the new covenantal, when we read it, these things should be an illumination for us. നിന്നെ എന്നെയും വാഴാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ മൃഗങ്ങളെയും കന്നുകാലികളെയും വാഴുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരുത്തൻ വീണ് കിടപ്പുണ്ട്, അവനെ വാഴാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അഴികരിമ പോയിന്റ്. എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ എന്തുകൊണ്ടാണ് പിശാചിനെ ദൈവം എന്താ അങ്ങ് ചെയ്യാത്തത്? I always used to question that, like, why did God is so like a sovereign God? ദൈവത്തിന് ഒറ്റയടിക്ക് പിശാചിനെ അങ്ങ് നശിപ്പിച്ചിരുന്നെങ്കിൽ ഈ പരിപാടി എല്ലാം തീർന്നേനായിരുന്നു. എന്തുകൊണ്ട് പിശാച് എന്ന് പറഞ്ഞാൽ പിശാച് ഈ ലോകത്തിൽ കാണിക്കുന്നതായ പറഞ്ഞാൽ പിശാച് ഔവ്വായെ ചതിച്ചത് കൊണ്ടല്ലേ ദൈവപുത്രൻ ഈ ലോകത്തിൽ വന്ന് ഇറ്റ് കോസ്റ്റ് എവറിത്തിങ് ടു ദ ഹെവൻ. സ്വന്തം പുത്രൻ ലോകത്തിൽ വന്ന് തൻ്റെ സൃഷ്ടിയുടെ അടി കൊണ്ട് സൃഷ്ടിയാൽ മരണത്തിന് വിധേയപ്പെട്ടിട്ട് എന്തുകൊണ്ട് ദൈവം ആദ്യമേ അങ്ങ് പിശാചിനെ അങ്ങ് നശിപ്പിച്ചാൽ പോരായിരുന്നു? ദൈവം സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാണ് സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി അവനായിരിക്കണം മറ്റേ സൃഷ്ടിയെ ജഡ്ജ് ചെയ്യേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ 1 വയസ്സുള്ള ഇപ്പോൾ 6-7 അടുത്ത് പോയി ഞാൻ ഫൈറ്റ് ചെയ്താൽ that doesn't make any sense. Are we seeing what I'm saying? ഇപ്പം ഞാനിപ്പം 1 വയസ്സുള്ള അല്ലെ 2 വയസ്സുള്ള 6-7 അടുത്ത് പോയി ബിഗ് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് ഞാൻ ഫൈറ്റ് ജയിച്ചു കഴിഞ്ഞു. സൃഷ്ടിയെ തന്നെ അടക്കി വാഴാൻ വേണ്ടിയാണ് സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവമായിട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് വീണുപോയവൻ്റെ മേൽ വാഴുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അഴിയരുമ പോയിന്റ്. ഈ ഭൂമിയിൽ അവനൊരു ആധിപത്യം ഉണ്ടായിരുന്നു. അവൻ്റെ ആധിപത്യം മനുഷ്യൻ സാദൃശ്യത്തിലും സ്വരൂപത്തിലായിരിക്കുന്ന മനുഷ്യൻ അവനെ കാൽ കീഴെ കൊണ്ടുവരാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. Are you getting this point? This is the original plan and purpose of God in creating man in his image and in his likeness, is to dominate, rule and reign over one that is fallen. Are you getting my point? ഇന്നും നമ്മൾ, ഞാൻ വാസ് തിങ്കിങ് about it, ഇന്നും നമ്മൾ മത്സ്യങ്ങളെല്ലാം വാഴുന്നുണ്ട്. ലുക്ക് അറ്റ് ദ ഫ്രീസർ. ആ ഫ്രീസറിനകത്ത് എടുത്ത് നോക്കിയാൽ ഇഷ്ടംപോലെ മീൻ കാണും. ലുക്ക് ആടിനെ മാടിനെ എല്ലാം മനുഷ്യൻ വാഴുന്നുണ്ട്. പക്ഷേ ദ പോയിന്റ് ഹിയർ ഈസ് ദാറ്റ് ദർ ഈസ് ഒരു വീഴ്ച വന്ന ഒരുത്തൻ ഇവിടെ ഉണ്ട്. അവനെ വാഴാനാണ് സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചത്. മനുഷ്യൻ ഇപ്പം നമ്മൾ നോക്കിയാൽ മനുഷ്യൻ അല്ലെങ്കിലും വാഴുന്നുണ്ട്. നമ്മളെ കാണുമ്പോൾ എല്ലാ മൃഗങ്ങളും ഓടും. പക്ഷെ ദൈവത്തിൻ്റെ പ്ലാനിൽ സൃഷ്ടിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ വീണുപോയ ഒരുത്തനുണ്ട്, അവനെ വാഴുവാൻ, അവനെ നിന്റെ കാൽ കീഴെ ആക്കുവാനാണ് ദൈവത്തിൻ്റെ പ്ലാന്. അഴികനിമ പോയിന്റ്. അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ഈ സഭ, അന്ത്യകാലത്തെ സഭ ഗ്ലോറിയസ് ചർച്ച്, വലിയൊരു മഹത്വമേറിയ ഒരു ചർച്ച് വെളിപ്പെടാൻ പോവാ. ഇന്ന് ലോകത്തിലുള്ള ന്യൂസ് കേട്ട് അന്തിക്രിസ്തു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കാതെ ദൈവവചനം വായിക്കുകയാണെങ്കിൽ മഹത്വമേറിയൊരു സഭ വരാൻ പോവുകയാണ്. വന്നേ പറ്റൂ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഫെയിലിയർ, ഹി ഫെയിൽഡ് ഇൻ ദ പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് മാൻ. മഹത്വമേറിയൊരു സഭ ഭൂമിയിൽ വെളിപ്പെടാൻ പോവുകയാണ്.
അത് വെളിപ്പെടാൻ തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ സ്വന്തം ബലത്തിലല്ല, സെൽഫ് എഫർട്ടിലല്ല, യേശുവിൻ്റെ സ്നേഹത്തിനകത്ത് വേരൂന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിജ്ഞാനത്തേക്കാൾ കവിയുന്ന ദൈവസ്നേഹം വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ അതിനകത്ത് ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. Are you getting my point? Huh? Are you seeing the point? അപ്പം പർപ്പസ് എന്തുവാ? സഭയെക്കുറിച്ചുള്ള പർപ്പസ് എന്താ, അല്ലെ മനുഷ്യനെ കുറിച്ചുള്ള പർപ്പസ് എന്തുവാ? ഇന്ന് നമ്മൾ ആകെപ്പാടെ നമ്മൾ അറിയുന്ന സഭയുടെ പർപ്പസ് എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ടവരെല്ലാം രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരിക. രക്ഷയുടെ അനുഭവത്തിൽ അത് നല്ല കാര്യം തന്നെ. പക്ഷെ ഇനി ഒരു കാര്യം ചിന്തിച്ചോണം. വാഴുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വീണുപോയി. വീണുപോയ പിശാചിനെ വാഴുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വീണുപോയി. വീണത് മാത്രമല്ല, പിശാചിൻ്റെ അടിയിലുമായി. See, that's why Jesus, നമ്മൾ പറയുന്നില്ലേ, he has been translated us from the kingdom of darkness to the kingdom of his dear son. ക്രൂശ് മരണത്തോടുകൂടെ. I want you to get this point. വാഴുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വീണെന്ന് മാത്രമല്ല, വാഴേണ്ടവൻ്റെ കീഴിലായിപ്പോയി. വായിച്ചോ. The Lord says to my Lord, sit at my right hand until I make your enemies a footstool for your feet. Yes. ഇനി take Hebrews 10. This will Hebrews 10-ന്റെ I think 23 നോക്കുന്നത്. എന്താണ് ഈ കാൽവറി ക്രൂശിൽ കർത്താവ് ചെയ്തത്? വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുക. വീണ്ടെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടെടുപ്പ് പ്രാപിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത എന്തോ ലക്ഷ്യം? വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇവനെ കാലും കീഴെ കൊണ്ടുവരിക. വായിച്ച No. അതിനകത്തൊരു കൊണ്ട് ശത്രുവിനെ യേശു ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നൊരു വാക്യമുണ്ട്. റീഡ് ദാറ്റ്. ഓക്കെ, ഇവിടെ 13. Okay, Sarina, take Hebrews 10:12. From that time waiting till his enemies are made his footstool. Okay. Let's take. Okay, you don't have Malayalam there, is it? Okay, 12. Okay, but this man is talking about Jesus. After he had offered one sacrifice for sins forever, sat down on the right hand of God. ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് മനുഷ്യവർഗത്തിന് വേണ്ടി യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട്. അപ്പം അതിന് മേളിലത്തെ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അതിനു മുമ്പ് പഴയ നിയമത്തിലുള്ള പുരോഹിതന്മാരാരും തന്നെ ഇരിക്കാൻ പോലും പറ്റത്തില്ല. ബിക്കോസ് ദേ വർ കീപ് ഓഫറിങ്, ദേ വർ ഓൾവേസ് സ്റ്റാൻഡിങ്. ബട്ട് നൗ ഹിയർ ദ വൺ സാക്രിഫൈസ് പെർഫെക്റ്റഡ് ദ ഹോൾ ഹ്യൂമൻ റേസ്, ദോസ് ഹു ബിലീവ് ഇൻ ദാറ്റ് സാക്രിഫൈസ്. Now Jesus is sitting. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട്. നെക്സ്റ്റ് വേഴ്സ് വായിച്ചെങ്കിൽ. From henceforth expecting till his enemies be made his footstool. തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു. I get my point. യേശു എന്നെയും നിന്നെയും കാൽവറി ക്രൂശിൽ തൻ്റെ രക്തത്തിൻ്റെ അവസാന തുള്ളി രക്തം വരെയും വീണ്ടെടുത്ത് നിന്റെ ഇന്നത്തെയും ഇന്നലത്തെയും നാളത്തെയും പാപം കാൽവറി ക്രൂശിൽ താൻ ഏറ്റെടുത്തതിനൊരു പർപ്പസ് ഉണ്ട്. ഗെറ്റിംഗ് ബാക്ക് ടു ദ ഫസ്റ്റ് purpose in Genesis 1:26. Did you get the point what I'm saying? സഭയ്ക്കൊരു പ്രത്യേക ഒരു ഉദ്ദേശത്തോടു കൂടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. വീണുപോയവനെ വാഴുവാനും അവനെ ഭൂമിയിൽ അവർ കംപ്ലീറ്റ്ലി കാസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അധികാരത്തോടു കൂടി മനുഷ്യനെ സൃഷ്ടിച്ചത്. questions? Are you getting this point? See, അപ്പോൾ യേശു the whole thing is like Hebrews 10 നമ്മളടുത്ത് വായിച്ചു നോക്കിയാൽ യാഗങ്ങളെക്കുറിച്ചും യേശു ചെയ്ത പുരോഹിതനെക്കുറിച്ചും ആ യാഗത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സിൻസ് വി ഗെറ്റ് ദെയർ വിൽ ഗോ ടു ദാറ്റ് Hebrews 10-ന്റെ 10-2.
ഓക്കെ 10:2 ഓക്കെ അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും അതൊക്കെ. ഒരു പോയിന്റ് മാത്രം ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് വിടാം. ഓക്കെ, I'm going to read that verse. Okay. ന്യായപ്രമാണം വരുവാൻ ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണ പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. ന്യായപ്രമാണത്തിലെ യാഗങ്ങളൊന്നും തന്നെ വ്യക്തിയെ സൽഗുണ പൂർണ്ണനാക്കി തീർക്കുവാൻ കഴിവുള്ളതല്ലായിരുന്നു. another point, another big point. Okay, അപ്പം പഴയ നിയമത്തിലുള്ള യാഗങ്ങളെല്ലാം കഴിച്ചത് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയായിരുന്നു. ഈ യാഗങ്ങളൊന്നും കൊണ്ട് തന്നെ ആ യാഗം അർപ്പിക്കുന്നവരെ സൽഗുണ പൂർണ്ണനാക്കി തീർക്കുവാൻ കഴിവുള്ളതല്ലായിരുന്നു. യാഗങ്ങൾ അടുത്ത് വരുന്നവർക്ക് സൽഗുണ പൂർത്തി വരുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അടുത്ത വാക്യം, ഇനി അടുത്ത വാക്യമാണ് ഇറ്റ്സ് സോ പവർഫുൾ. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിൻ്റെ ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായ്ക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകുകയില്ലയോ? അപ്പോൾ അന്ന് ശരിയായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി. യു തിങ്ക് ദർ സ്ലോലി റീഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ആ യാഗങ്ങൾക്ക് മനുഷ്യനെ സൽഗുണപൂർണ്ണനാക്കി തീർക്കുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പോലും പിന്നെ അവനുണ്ടാകത്തില്ല. Did you get the point? Because of the back and forth കുറച്ച് നേരം ഇരുന്ന് വായിക്കണം. See, you have to read like this. Okay, അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം അങ്ങനെ 2-3 പ്രാവശ്യം ബാക്ക് ആൻഡ് ഫോർത്ത് വായിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ വരും. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിൻ്റെ ശേഷം, അപ്പോൾ ഒരിക്കൽ മതി. ആ യാഗങ്ങൾക്ക് സൽഗുണപൂർണ്ണനായി തീർക്കുവാൻ, വ്യക്തിയെ സൽഗുണപൂർണ്ണനാക്കി തീർക്കുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായ്ക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകുകയില്ലയോ എന്ന് പറഞ്ഞാൽ ഒരു അഴികരിമ പോയത്. അപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു യാഗം മനുഷ്യനെ സൽഗുണപൂർണ്ണനായി തീർക്കുവാൻ കഴിയുന്നത് ഉണ്ടായിരുന്നുവെങ്കിൽ മനുഷ്യന് പിന്നെ പാപബോധം പോലും അവന് ഉണ്ടാകേണ്ട ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. ഇന്ന് എന്തുകൊണ്ട് സഭയ്ക്കകത്ത് വീണ്ടും പാപബോധം കുറ്റബോധം പറഞ്ഞു നടക്കുന്നത്? ബിക്കോസ് ദേ ഡോണ്ട് നോ വാട്ട്